ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 26. വാതിൽ കാവൽക്കാരുടെ കൂറുകൾ. കോരഹ്യർ ആസാഫിന്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെഷേലെമ്യയുടെ പുത്രന്മാർ സെഖര്യ ആദ്യജാതൻ, യെദീയയേൽ രണ്ടാമൻ, സെബദ്യ മൂന്നാമൻ, യത്നിയേൽ നാലാമൻ, ഏലാം അഞ്ചാമൻ, യോഹന്നാൻ ആറാമൻ, എല്യഹോവേനായി ഏഴാമൻ. ഓബേദ് ഏദോമിൻ്റെ പുത്രന്മാർ ശെമയാദ്യജാതൻ, യഹോസാബാദ് രണ്ടാമൻ, യോവാഹ് മൂന്നാമൻ, സാക്കാർ നാലാമൻ, നെതനയേൽ അഞ്ചാമൻ, അമ്മിയേൽ ആറാമൻ, ഇസാഖാർ ഏഴാമൻ, പോലി എട്ടാമൻ. ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു. അവൻ്റെ മകനായ ശെമരയായിക്ക് പുത്രന്മാർ ജനിച്ചിരുന്നു. അവർ വീരന്മാരായിരുന്നതുകൊണ്ട് തങ്ങളുടെ പിതൃഭവനത്തിന് പ്രമാണികളായിരുന്നു. ശെമയായുടെ പുത്രന്മാർ ഒത്നി, രഫായേൽ, ഓബേദ്, എൽസാബാദ്. അവൻ്റെ സഹോദരന്മാർ സമർത്ഥന്മാരായിരുന്നു. ഏലീഹു, സമക്യ. ഇവരെല്ലാവരും ഓബേദ് ഏദോമിൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് സമർത്ഥന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദ് ഏദോമിനുള്ളവർ 62 പേർ. മെഷേലെമായ്ക്ക് പ്രാപ്തന്മാരായ പുത്രന്മാരും സഹോദരന്മാരും 18 പേർ. മെരാരി പുത്രന്മാരിൽ ഹോസേക്ക് പുത്രന്മാരുണ്ടായിരുന്നു. ഷിമ്രി തലവൻ. ഇവൻ ആദ്യജാതനല്ലെങ്കിലും അവൻ്റെ പിതാവ് അവനെ തലവനാക്കി. ഹിൽക്കിയ രണ്ടാമൻ, തബല്യ മൂന്നാമൻ, സഖര്യ നാലാമൻ. ഹോസയുടെ പുത്രന്മാരും സഹോദരന്മാരും എല്ലാം കൂടി 13 പേർ. വാതിൽ കാവൽക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്ക് തന്നെ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്കെന്ന പോലെ ജോലി ഉണ്ടായിരുന്നു. അവർ ചെറിയവനും വലിയവനും ഒരുപോലെ ഭവനമായി അതത് വാതിലിനു ചീട്ടിട്ടു. കിഴക്കേ വാതിലിൻ്റെ ചീട്ട് ശെലേമ്യായ്ക്ക് വീണു. പിന്നെ അവർ അവൻ്റെ മകനായി വിവേകിയായ സഖര്യായ്ക്ക് വേണ്ടി ചീട്ടിട്ടു. അവൻ്റെ ചീട്ട് വടക്കേ വാതിലിന് വന്നു. തെക്ക് വാതിലിൻ്റേത് ഓബേദ് ഏദോമിനും സംഭരണശാലയുടേത് അവൻ്റെ പുത്രന്മാർക്കും കയറ്റമുള്ള വഴിയിൽ ശല്ലേഖത്ത് പടിവാതിലിനരികെ. പടിഞ്ഞാറേ വാതിലിൻ്റേത് തുപ്പീമിനും ഹോസയ്ക്കും വന്നു. ഇങ്ങനെ കാവലുകൾ അടുത്തടുത്തുണ്ടായിരുന്നു. കിഴക്കേ വാതിൽക്കൽ 6 ലേവ്യരും വടക്കേ വാതിൽക്കൽ ദിനംതോറും 4 പേരും. തെക്കേ വാതിൽക്കൽ പ്രതിദിനം 4 പേരും. സംഭരണശാലയ്ക്ക് ഈ 2 പേരും ഉണ്ടായിരുന്നു. പർബാരിന് പടിഞ്ഞാറ് വഴിയിൽ 4 പേരും പർബാരിൽ 2 പേരും ഉണ്ടായിരുന്നു. കോരഹ്യരിലും മെരാരിലും ഉള്ള വാതിൽ കാവൽക്കാരുടെ കൂറുകൾ ഇവയത്രേ. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദൈവാലയത്തിലെ ഭണ്ഡാരത്തിന്, വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരത്തിനും ഭരണക്കാരായിരുന്നു. ലയദാന്റെ പുത്രന്മാർ. ലയദാന്റെ കുടുംബത്തിലുള്ള ഗർശോന്യരുടെ പുത്രന്മാർ. ഗർശോന്യനായ ലയേദാന്റെ പിതൃഭവന തലവന്മാർ യഹീയേല്യർ ആയിരുന്നു. യഹീയേലിൻ്റെ പുത്രന്മാർ സേദ,
അവൻ്റെ സഹോദരൻ യോവേൽ. ഇവർ കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിന് ഭരണക്കാരായിരുന്നു. അമ്രാമ്യർ, ഇസ്ഹാര്യർ, ഹെബ്രോന്യർ, ഉസിയേലിയർ എന്നിവർ. മോശയുടെ മകനായ ഗെർശോന്റെ മകൻ ഷെബൂവേൽ ഭണ്ഡാരത്തിന് ഭരണാധിപനായിരുന്നു. എലിയേസറും വഴിയായി അവൻ്റെ സഹോദരന്മാർ: മകൻ രഹബ്യ, അവൻ്റെ മകൻ ഏശയ, അവൻ്റെ മകൻ യോരാം, അവൻ്റെ മകൻ സിക്രി, അവൻ്റെ മകൻ ശെലോമിത്ത്. ദാവീദ് രാജാവും പിതൃഭവനത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാധിപന്മാരും അർപ്പണം ചെയ്ത വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ശെലോമീത്തും അവൻ്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു. യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് ദൈവാലയ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ അവർ അവയെ സമർപ്പിച്ചിരുന്നു. ദർശകനായ ശമൂവേലും കീശിൻ്റെ മകൻ ശൗലും നേരിൻ്റെ മകൻ അബ്നേരും സെരൂയയുടെ മകൻ യോവാബും സമർപ്പിച്ച സകല നിവേദിത വസ്തുക്കളും ശെലോമിത്തിൻ്റെയും അവൻ്റെ സഹോദരന്മാരുടെയും മേൽനോട്ടത്തിലായിരുന്നു. ഇസ്ഹാര്യരിൽ കെനന്യായും അവൻ്റെ പുത്രന്മാരും പുറമേയുള്ള പ്രവൃത്തിക്ക് ഇസ്രായേലിൽ പ്രമാണികൾ ന്യായാധിപന്മാരുമായിരുന്നു. ഹെബ്രോന്യരിൽ ഹശബ്യായും അവൻ്റെ സഹോദരന്മാരുമായി 1700 സമർത്ഥന്മാർ. യോർദാനിക്കരെ പടിഞ്ഞാറ് കർത്താവിൻ്റെ കാര്യങ്ങൾക്കും രാജാവിൻ്റെ ശുശ്രൂഷയ്ക്കും ഇസ്രായേലിൽ അധികാരികളായിരുന്നു. ഹെബ്രോന്യരിൽ കുലം കുലമായും കുടുംബം കുടുംബമായുമുള്ള ഹെബ്രോന്യർക്ക് യെരിയായിരുന്നു തലവൻ. ദാവീദിൻ്റെ വാഴ്ചയുടെ 40-ാം ആണ്ടിൽ അവരുടെ വിവരം അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഗിലെയാദിലെ യാസേരിൽ സമർത്ഥന്മാരെ കണ്ടു. അവൻ്റെ സഹോദരന്മാരായി പ്രാപ്തന്മാരും പിതൃഭവനത്തലവന്മാരുമായി 2700 പേരുണ്ടായിരുന്നു. അവരെ ദാവീദ് രാജാവ് ദൈവകാര്യത്തിനും രാജാവിൻ്റെ കാര്യാദികൾക്കും രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതിഗോത്രം എന്നിവർക്കും മേലാധികാരികളായി നിയമിച്ചു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.